ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു സർട്ടൻ ലെവൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം അസൈൻ ചെയ്യുന്ന ടാസ്ക് ഒരു കാൽക്കുലേറ്റർ ക്രിയേഷൻ ആയിരിക്കും അല്ലേ. നമുക്ക് ഇന്ന് റിയാക്ട് ജേസിൽ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്താലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെയും റിയാക്ട് ജേസിന്റെയും PHP ഒക്കെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കോഡിംഗ് ട്യൂട്ടോറിയൽസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫോൾഡറും ഫയൽസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയാക്ട് പ്രൊജക്ടിന്റെ അണ്ടറിൽ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാൽക്കുലേറ്ററിന്റെ CSS ഫയലും JS ഫയലും ആഡ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ CSSന്റെ കണ്ടന്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ ആയതുകൊണ്ട് CSS ഈ സിമ്പിൾ ആണ് കേട്ടോ. അതായത് അതിന്റെ കാൽക്കുലേറ്ററിന്റെ ബോഡി, പിന്നെ നമ്മൾ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്ന ആ ഡിസ്പ്ലേ അല്ലേ, അതിന്റെ പോർഷൻ, പിന്നെ കാൽക്കുലേറ്ററിലെ ഓരോ ബട്ടന്റെയും സ്റ്റൈലിങ്, ഇത്രയാണ് CSSൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് CSS വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം. സോ നമുക്ക് റിയാക്ട് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി calculator.js ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തൊരു ഫങ്ഷണൽ കോമ്പോണന്റ് കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാൽക്കുലേറ്റർ ക്രിയേഷനും നമുക്ക് യൂസ്റ്റേഡ് ഹുക്ക് തന്നെയാണ് വേണ്ടത്. സോ റിയാക്റ്റും യൂസ്റ്റേഡ് ഹുക്കും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാൽക്കുലേറ്ററിന്റെ CSS ഫയലിനെയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റിയാക്ടിന്റെ ബേസിക്സ് അറിയില്ലെങ്കിൽ ഇത് പ്രോജക്റ്റിന്റെ സീരീസ് ആണ്. ഓൾറെഡി നമ്മൾ റിയാക്ടിന്റെ ബേസിക്സും ഹുക്സും ഒക്കെ ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്ത് ഈ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് പഠിച്ചിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് JXC സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് നെയിം കാൽക്കുലേറ്ററിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ കാൽക്കുലേറ്ററിന്റെ ബോഡിയാണ് ഈ ഡിവിഷൻ. ഈ കാൽക്കുലേറ്ററിന്റെ ക്ലാസ് നെയിം ഓൾറെഡി CSSന്റെ ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു ഡിവിഷൻ ആ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടും മറ്റേ ഡിവിഷൻ ആ ബട്ടൺ സെറ്റിന് വേണ്ടിയിട്ടുമാണ്. ഈ ഡിവിഷന്റെ ക്ലാസ് നെയിം ഡിസ്പ്ലേ എന്ന് കൊടുക്കുന്നു. ഈ ബട്ടൺ സെറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഡിവിഷന്റെ ക്ലാസ് നെയിം ബട്ടൺസ് എന്നാണ് കൊടുക്കുന്നത്. ഇനി ഈ ഡിസ്പ്ലേ ഡിവിഷന്റെ അണ്ടറിൽ രണ്ട് ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ ഒരു ഡിവിഷനും ഔട്ട്പുട്ട് വരാൻ വേറൊരു ഡിവിഷനും, അതായത് നമ്മൾ 1+2 എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലേ, അത് വരുന്നത് ഒരു മുകളിലത്തെ ഡിവിഷനിലും അതിന്റെ റിസൾട്ട് വരുന്നത് താഴത്തെ ഡിവിഷനിലും ആയിരിക്കും കേട്ടോ. ഇതിന്റെ ക്ലാസ് നെയിം ഞാൻ ഇൻപുട്ട് എന്നാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡിവിഷന്റെ ക്ലാസ് നെയിം ഞാൻ റിസൾട്ട് എന്നാണ് കൊടുക്കുന്നത്. ഇനി ബട്ടൺ സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ ബട്ടൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഫസ്റ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ കാൽക്കുലേറ്ററിൽ എന്തൊക്കെ ടൈപ്പ് ബട്ടൺ ഉണ്ട്? നമ്പറിന്റെ ഒരു സെറ്റ് ഉണ്ട് അല്ലേ, പിന്നെ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ഈക്വൽ ടുവിന്റെ ഒരു ബട്ടണും ഒരു ക്ലിയർ ബട്ടണും ഉണ്ട് അല്ലേ. നമ്മൾ CSSന്റെ ക്ലാസ്സിൽ ഓൾറെഡി ബട്ടൺ ഒരു സ്റ്റൈലും നമ്പേഴ്സിന് ഒരു സ്റ്റൈലും ഓപ്പറേറ്ററിന് വേറൊരു സ്റ്റൈലും സെപ്പറേറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലിയറിനും ഈക്വൽസിനും ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം 1 നമ്പർ ഉള്ള ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നെയിം ആണ് അതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബട്ടന്റെ ക്യാപ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അടുത്തത് നമുക്ക് ഈ ബട്ടന്റെ ഓൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡിൽ ചെയ്യണം. അതായത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മൾ ഈ ക്ലിക്ക് ചെയ്തിരിക്കുന്ന നമ്പർ വരണം അല്ലെ. അതിന് ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആയിട്ട് ഈ ബട്ടന്റെ വാല്യൂ പാസ് ചെയ്യുന്നു. 1 അല്ലേ ഈ ബട്ടന്റെ വാല്യൂ. ഇനി ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷനെ ഞാൻ ബട്ടൺ സെറ്റ് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ ബാക്കി നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റോയിൽ എനിക്ക് 1 2 3 എന്ന് പറഞ്ഞ 3 നമ്പേഴ്സും പിന്നെ പ്ലസ് ഓപ്പറേറ്ററും ആണുള്ളത്. അപ്പൊ ഞാൻ ഈ സെയിം കോപ്പി ചെയ്യുവാണ്. എന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ നെയിമും ക്ലാസ് നെയിം എല്ലാം സെയിം ആയിരിക്കും. ക്യാപ്ഷൻ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നാലാമത്തെ ബട്ടൺ ഒരു ഓപ്പറേറ്റർ ബട്ടൺ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ക്ലാസ് നെയിം കൊടുക്കുന്നത് ഓപ്പറേറ്റർ എന്നാണ്. ഓൺ ക്ലിക്ക് ഇവന്റിൽ സെയിം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഡിസ്പ്ലേയിലേക്ക് വരുക തന്നെയല്ലേ ചെയ്യേണ്ടത് ഈ ഓപ്പറേറ്ററും. സോ ഞാൻ ഓൺ ക്ലിക്കിന്റെ ഇവന്റിൽ സെയിം ഹാൻഡിൽ ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇനി ബട്ടന്റെ ക്യാപ്ഷനായിട്ട് പ്ലസ് കൊടുക്കുന്നു. ഇനി ഇതേ സെയിം സെറ്റിനെ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് 4 5 6 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ 0 to 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് ഇത്രയും ഓപ്പറേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഈക്വൽ ടു ബട്ടൺ ആണ്. ഈക്വൽ ടു ബട്ടന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് വേണ്ടത്. സോ ഞാൻ ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എന്റെ CSSന്റെ ഫയലിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്.
ഇവിടെ ഓൺ ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് ഈ ഹാൻഡിൽ ബട്ടൺ ക്ലിക്ക് അല്ല, പകരം നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമല്ലോ ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ കൺകാർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇതുവരെ നമ്മൾ ഡിസ്പ്ലേയിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വാല്യൂന്റെ കാൽക്കുലേഷൻ അല്ലേ, ഇവാലുവേഷൻ അല്ലേ നടക്കേണ്ടത്. അപ്പൊ 1+2 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ 1+2ന്റെ കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് 3 തരണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡിൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഇതിനെയും എനിക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെൻഡിങ് ഉള്ള ഒരു ഓപ്പറേറ്റർ ഡിവിഷൻ അല്ലേ, അതും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ലാസ്റ്റ് ബട്ടൺ ക്ലിയർ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള CSS ആണ്. അതിന് ക്ലാസ് നെയിം ആയിട്ട് ക്ലിയർ എന്ന് കൊടുക്കുന്നു, ക്യാപ്ഷൻ ആയിട്ട് ക്യാപിറ്റൽ C കൊടുക്കുന്നു. എഗെയിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിനെ ക്ലിയർ ചെയ്യണം അല്ലെ. ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇനി നമുക്ക് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസും ഈ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനും ചെയ്യാം. ഞാൻ 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ്, അതായത് 1 + 2 ഈ കൊടുക്കുന്ന ഇൻപുട്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, രണ്ടാമത്തത് ഇതിന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടി. രണ്ടും യൂസ് സ്റ്റേറ്റ് ഹുക്കിനെയാണ് കോൾ ചെയ്യുന്നത്. ഇനിഷ്യലി വാല്യൂ എംപ്റ്റി ആയിരിക്കും. പിന്നെ അറേ ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. ഇൻപുട്ട് ആണ് പ്രോപ്പർട്ടി നെയിം, സെറ്റ് ഇൻപുട്ട് ആണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നെയിം. രണ്ടാമത്തെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീനെ ക്രിയേറ്റ് ചെയ്യുവാണ്. റിസൾട്ട് ആണ് പ്രോപ്പർട്ടീന്റെ നെയിം, സെറ്റ് റിസൾട്ട് ആണ് ഫംഗ്ഷന്റെ നെയിം. യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുന്നു, എംപ്റ്റി പാസ് ചെയ്യുന്നു. നമുക്ക് 2 ഇൻപുട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഹാൻഡിൽ ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിന് ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാൻഡിൽ ബട്ടൺ ക്ലിക്ക് ഈക്വൽ ടു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഈ സെറ്റ് ഇൻപുട്ടിനെയാണല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് പ്രീവിയസ് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടായിരുന്നോ അതിന്റെ കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. കാൽക്കുലേറ്റർ അങ്ങനെയല്ലേ ചെയ്യുന്നത്. 1 നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ 1 വരും, പിന്നെ പ്ലസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ 1ന്റെ കൂടെ പ്ലസ് വരും അല്ലെ. സോ ഞാൻ സെറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിന്റെ അകത്ത് നമുക്കറിയാലോ ഈ യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റ് കിട്ടുമല്ലോ. പ്രീവിയസ് ഇൻപുട്ടിനെ പ്രിവ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്കാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഈ പ്രീവിയസ് ഇൻപുട്ടിനെ കൺകാർഡിനേറ്റ് ചെയ്യുവാണ്. പിന്നെ ഈ ഹാൻഡിൽ ബട്ടൺ ക്ലിക്കിൽ ഇൻപുട്ട് ആയിട്ട് ആ ബട്ടന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ഇതിനകത്ത് എല്ലാത്തിലും പാസ് ചെയ്തല്ലേ. ഈ ഹാൻഡിൽ ബട്ടൺ ക്ലിക്കിന് ഒരു വാല്യൂ ഇൻപുട്ട് ഉണ്ടാവും. ആ വാല്യൂവിനെയും കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇവിടുന്ന് പാസ് ചെയ്ത് വരുന്ന വാല്യൂ ഇൻപുട്ട് ആയിട്ട് വരും. അതിന്റെ കൂടെ ഈ സ്റ്റേറ്റില് ഈ സെറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിൽ പ്രീവിയസ് എന്തായിരുന്നു ഉള്ളത് അതിന്റെ കൂടെ ഈ വാല്യൂവിനെയും കൂടെ അപ്പൻഡ് ചെയ്യും. ഇത്രയാണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ 1+2 ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് വരെ എത്രയാണോ ഉണ്ടായിരുന്നോ അത്രയും നമ്മൾ ബട്ടൺ ക്ലിക്കിൽ അത്രയും ഇങ്ങനെ അപ്പൻഡ് ചെയ്ത് വരും. അടുത്തത് നമ്മൾ ഹാൻഡിൽ കാൽക്കുലേറ്റ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. എഗെയിൻ കോൺസ്റ്റന്റ് ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ റിസൾട്ടിനെ സെറ്റ് ചെയ്യണം അല്ലെ. സോ ഞാൻ സെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതിന്റെ അകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഇവാൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതെന്ത് ചെയ്യും, നമുക്കൊരു സ്ട്രിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്ത് തരും. അതായത് ഇപ്പൊ 1+2 എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണെങ്കിൽ അതൊരു എക്സ്പ്രഷൻ ആണെങ്കിൽ ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് തരും. സോ നമ്മൾ ഇൻപുട്ടിന്റെ അകത്ത് യൂസർ ടൈപ്പ് ചെയ്തിരിക്കുന്ന മൊത്തം ആ ഒരു എക്സ്പ്രഷൻ 1+2ഓ 2+3ഓ അത് എടുത്തു വെച്ചിട്ടുണ്ടല്ലേ, അതിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ചില ടൈമിൽ നമുക്ക് എറേഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഒരു എക്സ്പ്രഷനും ഇല്ല, എംപ്റ്റി ആയി കിടക്കുന്ന ഡിസ്പ്ലേയിൽ പോയിട്ട് ഈക്വൽ ടു സിമ്പിൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എറർ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ എററിനെ ഹാൻഡിൽ ചെയ്യാം. ട്രൈ ബ്ലോക്കിന്റെ അകത്ത് നമ്മുടെ ഈ എക്സ്പ്രഷൻ നമുക്കറിയാലോ, എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് നമ്മൾ ട്രൈ ബ്ലോക്കിന്റെ അകത്ത് കൊടുക്കണം. എന്നിട്ട് എറേഴ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ ക്യാച്ച് ബ്ലോക്കിലേക്ക് അതിനെ ത്രോ ചെയ്യുമല്ലോ. സോ ഞാൻ സെറ്റ് ഇൻപുട്ടിന്റെ അകത്ത് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വാല്യൂ ആയിട്ട് എറർ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ക്യാച്ചിന്റെ അകത്ത് അതിന്റെ എറർ ഒബ്ജക്റ്റും വരും. ഇവാലുവേറ്റ് ചെയ്യും. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എറർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. നമ്മൾ കാൽക്കുലേറ്റും ചെയ്തു. ഇനി നമുക്ക് ഫൈനലി ചെയ്യാനുള്ളത് എന്താ, ക്ലിയർ ബട്ടൺ ആണല്ലേ. കോൺസ്റ്റ് ക്ലിയർ ബട്ടൺ
ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുവാണ്. എഗെയിൻ ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് സെറ്റ് ഇൻപുട്ടിനെയും എം ടി ആയിട്ട് സെറ്റ് ചെയ്യുന്നു, അതുപോലെ സെറ്റ് റിസൾട്ടിനെയും എം ടി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത്രേ ചെയ്യാനുള്ളത്. നമുക്ക് ഫൈനലി ഈ ഇൻപുട്ട് ഡിവിഷന്റെയും അതുപോലെ റിസൾട്ട് ഡിവിഷന്റെയും വാല്യൂസ് ക്യാപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അതായത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇൻപുട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്, ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടി റിസൾട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഈ ബട്ടന്റെ ഡിവിഷന്റെ അകത്തായിരുന്നില്ല അല്ലെ ബട്ടൺ ക്രിയേറ്റ് ചെയ്തത്, നമ്മൾ ബട്ടൺ ഡിവിഷന്റെ പുറത്തായിരുന്നു ബട്ടൺ സെറ്റ് ക്രിയേറ്റ് ചെയ്തത്. അത് ഞാനൊന്ന് എൻക്ലോസ് ചെയ്യുവാണ് കേട്ടോ. അതുപോലെ ഈക്വൽ ടുവിന്റെ സിമ്പിൾ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലെ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇവിടെ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 4 + 5 = കറക്റ്റ് 9 വന്നിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. ഇനി 8/2 = വന്നിട്ടുണ്ട്. +3 = 7. ക്ലിയർ ആവുന്നുണ്ട്. ഇനി വെറുതെ ഒന്ന് ഈക്വൽ ടു ക്ലിക്ക് ചെയ്യാം, എറർ വരുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്